ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്ലിപ്പ് കൊണ്ടുപോലെ ഞങ്ങളും ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഇരിക്കണല്ലോടാ. ഞങ്ങളതൊരു ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അതായത് ഫിഷ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് ഈ ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലിപ്പ് ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ടോ. ഇതൊരു അരപ്പവനെങ്കിലും ഉണ്ടാവാതിരിക്കില്ല അല്ലേടാ? അതെ. ഇപ്പം മീൻ കറിയൊക്കെ ആണെങ്കിൽ വേറെ കണ്ടന്റ് കിട്ടിയല്ല. ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ച് നോക്കിയപ്പോഴാണ് അതിനകത്ത് നമുക്കൊരു ഗോൾഡിൻ്റെ കൈച്ചേൻ കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസായി പോയത്. നമുക്കൊന്ന് അച്ഛനെ അയച്ചു കൊടുക്കാം. അച്ഛൻ്റെ റിയാക്ഷൻ കേട്ടോക്കാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. ഗോൾഡ് ആണോ എന്നെങ്കിലും ചോദിക്കുന്നത് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അവസാനം ഇത് ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരെ അയക്കേണ്ടി വന്നു. ഇതിൻ്റെ ഇടയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ വീഡിയോ കണ്ടിട്ട് കേട്ടോ. ശരിക്കും അച്ഛനെ പ്രാങ്കാക്കാൻ നോക്കിയിട്ട് ഞങ്ങളാട്ടോ പ്രാങ്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് അപ്പോൾ വാ. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറും മുട്ടക്കറിയും പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ്, ഉള്ളി, ബീൻസ് ഇതൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ കറുവപ്പട്ട, കറാമ്പൂ, ഏലക്ക എല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം റൈസ് ഇട്ട് റൈസിന് പാകത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു വിസിലടുപ്പിച്ച് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അച്ചാറ് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ അച്ചാറാട്ടോ. ക്യാരറ്റ്, ഒരു ചെറുനാരങ്ങ, ഒരു മാങ്ങ ഇതൊക്കെ കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത അച്ചാറാണ്. പിന്നെ അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കഷ്ണമൊക്കെ വേവിച്ച് തക്കാളി, ഉള്ളിയൊക്കെ വേവിച്ച് അതിനകത്തോട്ട് അരപ്പൊഴിച്ച് നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് കച്ചമ്പറും കൂടി ഉണ്ടാക്കി നമ്മുടെ നെയ്ച്ചോറും മുട്ടക്കറിയും അതുപോലെ എന്താ പറയുക കച്ചമ്പറും എല്ലാം റെഡി ആയിട്ടുണ്ട്. സത്യം പ്രാങ്ക് പാളിപ്പോയ വിഷമത്തിൽ ഞങ്ങൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചെന്ന് കിടന്ന് ഉറങ്ങി എണീറ്റിട്ടോ. ശരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ച എന്താ വെച്ചാൽ ഗോൾഡ് ആണോ എന്നെങ്കിലും ചോദിക്കും, അല്ലെങ്കിൽ അവിടെ എടുത്തത് വന്നിട്ട് നോക്കാം, എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ അത് യൂസ് ചെയ്യേണ്ട, മീൻ കളഞ്ഞേക്കും എന്നുള്ള രീതിയിൽ ഒരുമാതിരി ഞങ്ങൾ ചമ്മിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ അങ്ങനെ ഒരു റിയാക്ഷൻ, അതായത് ആ ഗോൾഡ് ആണോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നു പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആ മീനിൻ്റെ വായ്ക്കകത്തോട് ഗോൾഡ് തിരികെ വെക്കുന്ന ഒരു വീഡിയോ എടുത്ത് അതിനുശേഷം ചമ്മിയ റിയാക്ഷനാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണ് ചമ്മിപ്പോയത്. കാരണം അച്ഛൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല അങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾക്ക് സെൻഡാക്കാനും പറ്റിയിട്ടില്ല. മാത്രമല്ല വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു കാര്യം ഓർമ്മയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങളാണ് നന്നായിട്ട് പ്രാങ്ക് ആയിപ്പോയത്. അപ്പോൾ ഇനി ഇതുപോലെ എന്താ പറയുക ചമ്മാത്ത പ്രാങ്കുകൾ വേണമെന്നുണ്ടെങ്കിൽ പ്രാങ്ക് റോങ് ആയി പോകാത്ത നല്ല രീതിയിലുള്ള കോമഡി ഫണ്ണായിട്ടുള്ള പ്രാങ്കുകൾ വേണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.